Hi friends, welcome to Kuttanad. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് കുട്ടനാട് താറാവ് റോസ്റ്റ്. താറാവ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഇതിൻ്റെ authetic വേദിൽ തന്നെയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മുളക് പൊടി ചേർക്കത്തില്ല. കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിൽ മുളക് പൊടി നമ്മളങ്ങനെ ചേർക്കാറില്ല. പിന്നെ തേങ്ങാപ്പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇത് കുക്കറിലിട്ട് വേവിച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. നിങ്ങൾ ആ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുട്ടനാടൻ ഡക്കറി നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്കിനി കൂടുതൽ ലാഗ് വേണ്ട. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക്. കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ താറാവാണ്. പിന്നെ ഇത് സ്കിന്നോട് കൂടിയാണ്. എപ്പോഴും ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നമ്മൾ സ്കിന്നോട് കൂടിയുള്ള താറാവ് യൂസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ 1 കിലോ താറാവ് എടുക്കുക, നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. അടുത്തായിട്ട് വേണ്ടത് ഇതൊരു 3 മീഡിയം സൈസ് സവാള നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. എന്തായാലും 1 കിലോ താറാവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 3 മീഡിയം സൈസ് സവാള ആവശ്യമുണ്ട്. നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു 10-15 ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇനി അടുത്തായിട്ട് വേണ്ട ഇത് കണ്ട ഗാർലിക് ഈ താറാവ് കറിക്ക് ഗാർലിക് എപ്പോഴും കുറച്ച് കൂടുതൽ വേണം. ഇതൊരു 10-25 അല്ലി വെളുത്തുള്ളി ഉണ്ട് ഗാർലിക്, അതുകൊണ്ട് കൂടുതൽ എടുക്കുക. വെളുത്തുള്ളി കൂടുതൽ എടുക്കുക. പിന്നെ ഇത് ഇഞ്ചിയും കുറച്ച് ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നല്ലപോലെ അരിഞ്ഞെടുക്കുക. അത് കുറച്ച് കറിവേപ്പില എടുക്കുക. പിന്നെ വേണ്ടത് പച്ചമുളക്. അപ്പം ഞാൻ പറഞ്ഞില്ല ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പം ഇതിൻ്റെ എരിവിന് വേണ്ടി നമ്മളൊരു 6 അല്ലെങ്കിൽ 7 പച്ചമുളക് നല്ല നീളത്തിൽ 2ആയിട്ട് അരിഞ്ഞെടുക്കുക. ഇതിൻ്റെ എരിവിന് വേണ്ടി നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല. ഇതിൽ കൂടുതലും ചേർക്കുന്നത് കുരുമുളക് പൊടിയുടെ എരിവിലാണ് ഈ കുട്ടനാടൻ താറാവ് കറി ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടത് ഇത് ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 2ആം പാൽ എടുത്തിരിക്കുകയാണ്. നമ്മളിതിൽ കുട്ടനാടൻ താറാവ് കറിയിൽ നമ്മൾ വെള്ളം ചേർക്കാറില്ല. ഇത് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് ഒരു തേങ്ങയുടെ 2ആം പാലാണ്. അതുപോലെ തന്നെ ഇതുപോലൊരു ഗ്ലാസ്സിൽ തേങ്ങയുടെ 1ആം പാൽ, ഒരു തേങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ 1ആം പാൽ, നല്ല കട്ടിപ്പാൽ 1ആം പാൽ ഇതുപോലെ ഗ്ലാസ്സിലെടുത്ത് വെക്കുക. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. ഇതിൻ്റെ പൊടിയുടെ അളവുകൾ ഞാൻ ഇതിൽ ചേർക്കുമ്പോൾ പറഞ്ഞു തരാം. അപ്പം നമുക്ക് ആദ്യം താറാവ് കുക്ക് ചെയ്യാം. ആദ്യം ഇതുപോലൊരു കടായി എടുത്ത് ചൂടാക്കുക. അതിലോട്ട് ഒരു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് 1 സ്പൂൺ കടുക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടുക. ഈ പെരിഞ്ജീരകവും കടുകും നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇടുക. ഈ കറിവേപ്പില നല്ലപോലെ ആയി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി മുഴുവനും ആദ്യം ചേർക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ വെളുത്തുള്ളി ഒരു 2 മിനിറ്റ് സോട്ടായതിനു ശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇത്തിരി ഒന്ന് സോട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക നല്ലപോലെ. ഇഞ്ചിയും വെളുത്തുള്ളി സോട്ടായി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ സവാള ആഡ് ചെയ്യുക. എടുത്തിരിക്കുന്ന 3 മീഡിയം സവാളയാണ്. അത് ഇതിലോട്ട് ആഡ് ചെയ്യുക. സവാള ഇതിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എപ്പോഴും പറയുന്ന പോലെ സവാള പെട്ടെന്നാവാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പിടുക. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു 2-3 മിനിറ്റ് സവാള നല്ലപോലെ സോട്ട് ചെയ്തെടുത്തു. സവാള ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുക. ഈ ചെറിയ ഉള്ളിയും ഒണിയനും കൂടെ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഇത് സോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ ഒണിയനും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ സോട്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂണാണ്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം അതിലേക്ക് 2
ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. പിന്നെ ചേർക്കാനുള്ളത് ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുക. കൂടെ ഇപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുക. ഇത് നമ്മൾ വീണ്ടും അവസാനം നല്ലപോലെ ചേർക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ നമ്മൾ ചേർത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. അല്ല ഇതെല്ലാം നല്ലപോലെ സോട്ടായിട്ടുണ്ട്. അല്ല ഈ മസാലയെല്ലാം നല്ലപോലെ സോട്ടായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന താറാവ് ചേർക്കുക. ഈ താറാവ് ചേർത്ത് നമ്മുടെ ഈ മസാലയെല്ലാം ഈ താറാവിൽ പിടിക്കുന്നവരെ നല്ലപോലെ ഇളക്കുക. കുറച്ച് സമയം ഈ താറാവ് ഇതിലിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം. ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് കുക്കറിലിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കുക്കറിലിട്ടും വേവിക്കുക. ഇതുപോലെ തന്നെ ഞാനിത് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിലോട്ട് ഇനി ഈ താറാവിന് ആവശ്യമുള്ള ഉപ്പിടുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ താറാവും ഈ മസാലയായിട്ട് ഒരു കുറച്ച് സമയം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ താറാവിൽ നല്ലപോലെ ഈ മസാല എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2ാം പാലുണ്ടല്ലോ, അത് മുഴുവൻ ഇതിലോട്ട് ഒഴിക്കുക. കണ്ടോ, നമ്മൾ 2ാം പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടായതിന് ശേഷം ഇതിനെ കുക്കറിലോട്ട് മാറ്റി ഒരു 3 വിസിൽ അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് വേവുന്നതിന് ഒരുപാട് സമയം എടുക്കും. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതിനെ കുക്കറിലോട്ട് മാറ്റിയിട്ട് വിസിലടിച്ചെടുക്കും. ഒരു 4 വിസിൽ, 3 അല്ലെങ്കിൽ 4 വിസിൽ. അതായത് താറാവിറച്ചിയുടെ വേവ് പോലെ ഇരിക്കും. ആദ്യത്തെ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ബാക്കി 3 വിസിൽ ലോ ഫ്ലെയിമിലും ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2ാം പാൽ ചേർത്തതിന് ശേഷം നോക്കിയപ്പോൾ കണ്ടോ, ഇത് കുറച്ച് ബോയിലായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഇതിനെ ഒരു കുക്കറിലോട്ട് മാറ്റിയിട്ട് കണ്ടോ, ഞാൻ ഈ താറാവെല്ലാം ഒരു കുക്കറിലോട്ടാക്കി. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ബാക്കി ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കും. താറാവ് കുക്കറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 3 വിസിൽ കഴിഞ്ഞ് ഇത് 4ാമത്തെ വിസിലാണ്. ഈ വിസിലും കൂടെ കേട്ട് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റത്തേക്ക് തണുക്കാൻ വെക്കണം. എന്നാലേ നമുക്ക് ഈ അടപ്പൂരിയിട്ട് ഇത് തുറക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്കിതിൽ ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യാം. കുക്കർ തുറന്നപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗ്രേവി ഉണ്ട്. ഇത് നമുക്ക് പറ്റിച്ചെടുക്കാം. വേണമെങ്കിൽ ഇങ്ങനെ കുക്കറിൽ വെച്ച് തന്നെ വേവിക്കാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ സൗകര്യത്തിന് ഒരു കടായിലോട്ട് മാറ്റുകയാണ്. കണ്ടോ, ഞാൻ ഈ താറാവ് കറി ഒരു കടായിലോട്ട് എടുത്തു. ഇനി ഇത് നല്ലപോലെ ബോയിൽ ചെയ്ത് ഇതൊന്ന് പറ്റിച്ചെടുക്കണം. ഇതിൽ ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഉപ്പുണ്ട്, കറക്റ്റ് ഉപ്പാണ്. ഇതിൻ്റെ കളർ ഉണ്ടോ, ഒരു പച്ച കളർ. പിന്നെ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് ചേർക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ കളർ മാറും. നമുക്കതിൽ നിന്നും പെട്ടെന്നൊന്ന് വറ്റിച്ചെടുക്കാം. താറാവ് കറി ഏകദേശം ആറായിട്ടുണ്ട്. ഇതിനി കുറച്ചുകൂടെ വറ്റി വരണം. കുറച്ചുകൂടെ വറ്റാനുണ്ട്. കുറച്ചുകൂടെ വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 1ാം പാൽ ചേർക്കണം. അതിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. ഈ ഗ്രേവി നല്ല തിക്കായിട്ട് വരണം. അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടോ, നമ്മുടെ ഡക്ക് ഏകദേശം നല്ലപോലെ തിക്ക് ബാറ്റർ ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക ഞാൻ എന്തെങ്കിലും വേണമെന്നുള്ളത്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാ മസാലയും കറക്റ്റാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഫൈനൽ ടച്ചായിട്ട് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിൻ്റെ എരിവെന്ന് പറഞ്ഞാൽ കുരുമുളക് ചേർത്താണ് ഇതിൻ്റെ എരിവുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കുരുമുളക് ചേർക്കാം. ആദ്യം ഇതിലോട്ട് ഫൈനൽ സ്റ്റേജായിട്ട് 1 പിഞ്ച് ഫെനൽ പൗഡർ, പെരിഞ്ജീരകം പൊടിച്ചത്, 1 പിഞ്ച് പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുക. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് ചേർക്കാം. എനിക്ക് എരിവ് നല്ല ഇഷ്ടമാണ്. ഞാൻ ഒരു 2 ടീസ്പൂൺ നല്ല എരിവിൽ 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുക. 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കാരണം ഈ താറാവിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പെപ്പർ പൗഡർ മുന്നിൽ നിൽക്കണം. പെപ്പർ പൗഡർ മുന്നിൽ നിന്നാലേ ഈ താറാവിൻ്റെ ടേസ്റ്റ് സൂപ്പറാവുള്ളൂ. നമ്മൾ കണ്ടോ, ഇപ്പം നല്ല തിക്ക് ഗ്രേവി കണ്ടോ. ഇതിൻ്റെ കളർ കണ്ടോ, നല്ല സൂപ്പർ കളറായി. ഇതുപോലെയാണ് ഡക്ക് റോസ്റ്റ് ഇരിക്കുന്നത്. ഇതുപോലെ നമ്മൾ പെപ്പർ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാൽ ഇതിലോട്ട് ആഡ് ചെയ്യുക. 1ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ഇത് ഒരുപാട് ബോയിൽ ചെയ്തെടുക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കണ്ടാൽ നമ്മുടെ കുട്ടനാടൻ താറാവ് കറി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ കുട്ടനാടൻ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ. ഇതിൻ്റെ കളർ കാണുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. നല്ല
അടിപൊളി കുട്ടനാടൻ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.